ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും സ്റ്റേജ് പരിപാടികളിലൂടെയും ഏറെ രസം പകരുന്ന ഒരു കലാകാരനാണ് കൊല്ലം സിറാജ്. ഇന്നത്തെ ഈ എക്സലൻസ് അവാർഡ് സെഗ്മെന്റിൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം കൊല്ലം സിറാജ് കാ. സിറാജക്ക, എത്ര വർഷമായി ഈ തമാശ മിമിക്രി പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്? ഒരു 42 വർഷമാണ്. ഞാൻ ജയൻ സാറിൻ്റെ ശബ്ദം ആദ്യമായിട്ട് അന്വേഷിച്ച് കേൾക്കുന്നത് സിറാജിക്കാണ്. ഞാൻ തന്നെയാണ്. കാര്യം ജയൻ സാറ് വില്ലനായിട്ട് അഭിനയിച്ചിട്ടാണ് നായക വേഷം ചെയ്തു തുടങ്ങി. അപ്പം വില്ലനായിട്ട് അഭിനയിക്കുമ്പോഴേ ഞാനത് ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നു. വളരെ പോപ്പുലറായ ജയൻ സാറിന്റെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തി വന്ന ഒരു ഓഡിയോ കാസറ്റിന്റെ തുടക്കത്തിൽ ചെറിയ വർത്തമാനത്തിന്റെ പീസുകളുണ്ടായിരുന്നു. ഉല്ലാസപൂത്രികൾ എന്ന് പറഞ്ഞൊരു കാസറ്റ്. അതിനകത്താണ് ഈ നസീർ സാറും ജയൻ സാറിന്റെ ഒക്കെ ഒരു വർത്താനം ഉണ്ടായിരുന്നു എല്ലാ പാട്ടിനും മുമ്പ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം വരും എന്നൊക്കെ പറഞ്ഞു. അത് മുഴുവൻ ചെയ്തത് സിറാജിക്കാണെന്ന് പല മലയാളികൾക്കും അറിയില്ല. അതിനകത്ത് എൻ്റെ പേര് അവർ ചേർത്തിട്ടില്ല. അന്നേ നമ്മളെ തഴഞ്ഞിട്ടിരിക്കുകയാണ്. അതായത് അവതരണം നസീർ ജയൻ, അവരെന്ന് പരലോകത്തൊന്നും ഒന്ന് പറഞ്ഞു. ആ കാസറ്റിൽ അവതരണം നസീർ ജയൻ എന്ന് എഴുതിയേക്കുന്നത്. കൊല്ലം അവർ മരിച്ചിരിക്കുകയാണ് ആ സമയത്ത്. സ്വന്തമായിട്ട് ട്രൂപ്പ് ഏത് വർഷമാണ് തുടങ്ങിയത്? 2007 2007 വരെ ആയിട്ടുണ്ട്. അതുവരെ മറ്റു ട്രൂപ്പുകൾക്ക് വേണ്ടിയാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റെഫിക്ക് അറിയാമോ സിറാജിക്ക് അഭിനയിച്ച ഒരു സിംഗിൾ സിനിമ സീൻ? സ്റ്റെഫി പറയാമോ? പറയില്ല. ഞാൻ പറയുമ്പോ അതൊന്നും പറയരുത്. അങ്ങനെ ചിലപ്പോ അറിയായിരിക്കും. അങ്ങനെ പറഞ്ഞു ചിലപ്പോ അത് പറയുമ്പോ അറിയും. പറയും. അല്ല, അങ്ങനല്ല. അത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് അറിവില്ലായ്മ ഉണ്ട് ഇങ്ങനെയുള്ള. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇവിടെ വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വണ്ടടിച്ചിരിക്കും. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അത് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. സ്റ്റെഫിയെ പോലെ ഒരുപാട് പേര്. നിർബന്ധമല്ല, അറിയണമെന്നുള്ളൊരു നിർബന്ധമല്ല. എങ്കിലും ഒരു തമാശ പരിപാടി നമ്മൾ ഇതുപോലൊരു ടെലിവിഷൻ ചാനൽ നിർത്തുമ്പോൾ ഇതുപോലെയൊക്കെ നിലനിൽക്കുന്നതിന് കാരണമായ കലയിൽ കലയെ വളർത്തിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒരു സാന്നിധ്യവും അവരെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയ കാര്യമാണ്. അതാണ് സിറാജിനെ പോലെ ഒരാൾ ഇവിടെ വന്ന് നമുക്ക് നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? പുറപ്പെട്ടു. എന്നാൽ ശരി, അരമണിക്കൂർ മുമ്പ് പുറപ്പെടുക പറയുന്ന ഫോൺ വിളിക്കുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് സിറാജിക്ക എന്ന് പറയുന്നത്. അവിടെ നോക്കിയാല് ആ സീൻ എടുത്ത് കണ്ട അവിടെ നിൽപ്പുണ്ട്. ഞാനാണ് പറയുന്നത്, ഇത് അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ എന്നൊക്കെ പറയുന്നത് സിറാജിക്ക. ഞാനും സിറാജിക്കയും കൂടെ വിദേശത്തൊരു പരിപാടിക്ക് വേണ്ടത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്കയിലെ ബോട്സ്വാന എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും സിറാജിക്കയും കൂടെ പരിപാടിക്ക് വേണ്ടി വിജയ് യേശുദാസിന്റെ ഗാനമേളയും നമ്മളുടെ മിമിക്രിയുമാണ്. അപ്പം സിറാജിക്ക ദാസേട്ടന്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിപ്പോക്കാര്. ദാസേട്ടനാന്നോർത്ത് ഇരുന്നെടുത്ത് എണീക്കും. അതുപോലത്തെ രൂപത്തിൽ വരുന്ന സമയമാണ്. അപ്പൊ അന്ന് ഈ ബോട്സ്വാനയിൽ എത്തിയ ദിവസമാണ്. സിറാജിക്ക വെള്ള ചെരുപ്പ് എടുത്തിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സിറാജിക്ക അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യും, എനിക്ക് വെള്ള ചെരുപ്പ് ഇല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട്. വിജയ് യേശുദാസ് അപ്പയുടെ ഇതാണോ ചെയ്യുന്നത് വെച്ചാൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിജയനോട് പറഞ്ഞു ഉണ്ട്, പക്ഷെ ചെരുപ്പ് എടുത്തില്ല. ഇപ്പൊ എന്റെ പെട്ടി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിജയ് യേശുദാസ് കൊണ്ടുവന്നിട്ട് ഒരു വെള്ള ചെരുപ്പ് കൊടുത്തിട്ട് വിജയ് യേശുദാസിന്റെ വെള്ള ഷൂസ് ഇട്ടിട്ടാണ് ദാസേട്ടന്റെ അന്ന് ചെയ്തിട്ടുണ്ട്. ദാസേട്ടന്റെ ശബ്ദം ഒന്ന് ചെയ്യുമോ? പ്രിയമുള്ള കലാസ്നേഹികളെ, ഒരു കലാവിരുന്ന് ആസ്വദിക്കാനെത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ജഗദീശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി വേദിയിൽ വന്ന് നിന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ജഗദീശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.